എന്നെ ജയിപ്പിച്ചാൽ പെട്രോൾ എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കും. ഇതൊക്കെ പറയും, പക്ഷെ ചെയ്യൂല. അതാണ് ഞങ്ങള്. ഇന്ന് ജോലിയൊക്കെ വേഗത്തിൽ ചെയ്യുന്നുണ്ടല്ലോ. മൊയിലാളി, നാളെ ഫ്രണ്ട്സിന്റെ ഒന്നിച്ച് മണാലി ടൂർ പോവാ. എനിക്ക് നാളെ ശമ്പളം തരണം. ഹലോ ഗായ്സ്, പാല് കുടിച്ചു മടുത്തു. ഈ അമ്മയ്ക്ക് വല്ല ബ്രോസ്റ്റഡ് അൽഫാമും തന്നൂടെ എനിക്ക്? നിങ്ങൾ കൂടി കമന്റ് ബോക്സിൽ വന്ന് പറ, അപ്പൊ എനിക്ക് തരും. ദൈവമേ, എനിക്ക് ഉറങ്ങണ്ട. സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മണിക്കൂറായി. ഇവനോട് എങ്ങനെ പറയും? ഞാനാണെങ്കി ഇൻട്രോവേർട്ട് ആയി പോയി. ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞതിന് നീ ഇന്ന് ഫുഡൊന്നും ഉണ്ടാവൂലേ? പിണങ്ങിയോ? വേണേ തന്നെ താനേ ഉണ്ടാക്കി കഴിച്ചോ, അല്ലെങ്കിൽ വെളിയിൽ ഓർഡർ ചെയ്തോ. ഞാൻ ഇനി ഉണ്ടാക്കി തരൂല. നിർത്തി. എടാ അമലേ, 3ാമത്തെ ഉത്തരം എന്താ? ഒന്ന് പറയടാ. കോപ്പി അടിച്ച എല്ലാത്തിനെയും ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. എന്തിനാ നാളെ ലീവ് എടുക്കുന്നേ? നാളെ എനിക്ക് എക്സാം ആണ്. ബോസ്, ABCD പഠിക്കണം. കുറെ ഉണ്ട് പഠിക്കാൻ. നാളെ എന്തായാലും ലീവ് വേണം. തന്നില്ല റിസൈൻ ചെയ്യും. ചെറിയ വയസ്സിൽ പലചരക്ക് കട തുടങ്ങിയതിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? പലചരക്കും വരും, കടം കൊടുക്കാതെ ഇരിക്കുക. എന്തിനാ മോൻ ഇങ്ങനെ പണിയെടുക്കുന്നത്? എന്റെ ക്രഷിന് ഡയറി മിൽക്ക് സിൽക്ക് ഭയങ്കര ഇഷ്ടാ. അവളെ ഒന്ന് വളക്കാൻ മേടിച്ചു കൊടുക്കണം. അതിന് പൈസ വേണ്ടേ? എന്താടാ നമ്മളിങ്ങനെ ആരും ഗതി പിടിക്കാത്തത്? സാധാരണ കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തും. ഇവിടെ എന്താടാ ഇങ്ങനെ? എടി രേഷ്മ, നീ എന്നെ തേച്ചല്ലേ? ഞാൻ വേറെ കെട്ടും. ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഫോണിൽ എന്താ കാണുന്നേ? എല്ലാവരും ബിസിയാന്ന് പറയുന്നു, പക്ഷെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഇടാൻ സമയം കിട്ടും. ഇപ്പൊ തന്നെ പാർട്ട് ടൈം ജോലി തുടങ്ങാൻ ഉത്സാഹം എന്ത്? പൈസ കിട്ടും, പെണ്ണും കിട്ടും. അപ്പൊ ഇതേ ജോലി നാട്ടിൽ ചെയ്താലോ? പട്ടി വിലയും പുച്ഛവും കിട്ടും. ആരെയാ വെയിറ്റ് ചെയ്യുന്നേ? അച്ഛൻ ബൈക്ക് കൊണ്ടുപോവാൻ സമ്മതിച്ചിട്ട് ചെരുപ്പിട്ട് വരാൻ പറഞ്ഞു. പിന്നെ ആ വഴി മുങ്ങിക്കളഞ്ഞു. അഴുക്ക തണ്ട. എടാ കിളവാ, നിനക്ക് വീട്ടിൽ പോയിരുന്നൂടെ? വെറുതെ കുറ്റം പറഞ്ഞിരിക്കുന്നു. ഏതാ ഈ കുരിപ്പ് ചക്കൻ? ഇപ്പൊ എവിടുന്ന് വന്നു? ഒക്കെ കഞ്ചാവാ. ഞാനേ പെണ്ണ് നോക്കാൻ അമേരിക്കക്ക് പോവാണ്. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാ ടീച്ചർ പഠിപ്പിച്ചേ. മോൻ എന്തിനാ ഇവിടെ പണിയെടുക്കുന്നേ? പിന്നെ മന്തി മേടിക്കാനുള്ള പൈസ എന്റെ തന്ത കൊണ്ടുവരുവോ? റീൽ അഡിക്റ്റായ അമ്മമാരുണ്ടായാൽ ഇങ്ങനെയാ ഗൈസ്. എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. ഗൈസ്, ഞാൻ മെസ്സിനെ കാണാൻ കൊച്ചി വന്നിരിക്കുവാണ്. വീട് പണയം വെച്ചിട്ടാ ടിക്കറ്റ് കിട്ടിയത്. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ് ഗൈസ്. എന്നെ കാണാൻ വന്ന കണ്ടിട്ട് പോണം, അല്ലാതെ കവളെ പിടിക്കുക, മെക്കിലോട്ട് എറിയ, ഫോട്ടോ എടുക്കുക, ഇതൊക്കെ തെറ്റാണ്. ആരാണ് മോന്റെ ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ? അച്ഛനാണ് എന്റെ സൂപ്പർ ഹീറോ. അച്ഛൻ ആരെയും പേടിയില്ല, അമ്മ ഒഴിച്ച്.